إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും അവന്റെ വിധി വിലക്കുകളും കഴിവിന്റെ പരമാവധി പുലർത്തി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ നിലപാട് എന്തായിരിക്കണം, വാക്കുകൾ എന്തായിരിക്കണം, പ്രവർത്തികൾ എന്തായിരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചത്. അതിൽ മഴയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയിലുണ്ടാകുന്ന മറ്റു ചില പ്രതിഭാസങ്ങളാണ് കാറ്റ്, മിന്നൽ, ഇടി പോലുള്ള കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ചില ഉലമാക്കൾ പറഞ്ഞു, ഈ പറയപ്പെട്ട കാറ്റ്, വെള്ളം, തീ പോലുള്ള കാര്യങ്ങൾ ജുന്ദും മിൻ ജുനൂദില്ലാഹ്, അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട ചില സൈന്യങ്ങളാണ്. എന്തൊരു ദൗത്യമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരോട് കൽപ്പിക്കുന്നത്, അതവർ കൃത്യമായി അത് പൂർത്തീകരിച്ച് തിരിച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരു തമാശയായി, ഒരു നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അതിൽ പ്രത്യേകിച്ച് കാറ്റ് എന്നുള്ളത് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു, കാറ്റ് ഒരനുഗ്രഹമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പരീക്ഷണമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ശിക്ഷയായിരിക്കാം. കാരണം ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. പല സമൂഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്. ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ ഒരു പരീക്ഷണമായി നൽകിയിട്ടുണ്ട്. എന്നാൽ ചില സമൂഹത്തിന് ഈ കാറ്റ് ഒരു ശിക്ഷയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, ഈ വക കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അയ്യുസില റിഹാഹ മുബശ്ശിറാതി, സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ പറഞ്ഞയക്കാം. അതുപോലെ തന്നെ വലിയുദീഖകും മിർ റഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യം അത് നിങ്ങളെ അനുഭവിപ്പിക്കാൻ, ആസ്വദിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ പറഞ്ഞയക്കും.
അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പലിനെ സഞ്ചരിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ പറഞ്ഞേക്കും. നാം അറിയുന്നത് പോലെ ആദ്യകാല കപ്പൽ യാത്ര എന്ന് പറയുന്നത് അത് കാറ്റിനെ ദിശ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അള്ളാഹു പറഞ്ഞു, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ. അവസാനമായി അള്ളാഹു പറഞ്ഞു, വലഅല്ലകും തശ്കുറൂൻ, അതുപോലെ അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ പറഞ്ഞേക്കും എന്നുള്ളതാണ്. ഒരുപാട് രഹസ്യങ്ങൾ ഉലമാക്കൾ പറഞ്ഞു കാറ്റിന് പിന്നിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്താത്ത, പറഞ്ഞു തരാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഈ കാറ്റിന്റെ പിന്നിലുണ്ടാകാം. അതാണ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. അതിലൊന്ന് ജനങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണ്. അതുപോലെ തന്നെ കാറ്റെന്നുള്ളത് ജനങ്ങൾക്കുള്ള കാരുണ്യമാണ്. അതുപോലെ തന്നെ കപ്പലിന്റെ സഞ്ചാരത്തിന് അനുയോജ്യമാണ്. ജനങ്ങൾക്ക് ഉപജീവനം തേടാനുള്ള കാര്യമാണ്. അതുപോലെ അള്ളാഹുവിന് ആളുകൾ നന്ദി കാണിക്കാൻ ഈ വക കാര്യങ്ങൾ ഈ കാറ്റിന് പിന്നിലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ ഈ കാറ്റ് അത് റഹ്മത്താണ്, അതുപോലെ തന്നെ ഒരു അദാബുമാണ്. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ദാവൂദ് ഉദ്ധരിച്ച സഹിഹായ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർ-റീഹു മിൻ റൂഹില്ലാഹ്, കാറ്റ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. തഅതി ബിർ-റഹ്മ, ചില സന്ദർഭങ്ങളിൽ ആ കാറ്റ് ഒരു കാരുണ്യമായി വരാം. വതഅതി ബിൽ-അദാബ്, ചില സന്ദർഭങ്ങളിൽ ഈ കാറ്റ് എന്നുള്ളത് ഒരു പരീക്ഷണമായി വരാം. അതുകൊണ്ട് ഫൈദാ റഅയ്തുമൂഹാ ഫലാ തസ്ബൂഹാ, നിങ്ങൾ അതിശക്തമായ കാറ്റ് കണ്ടാൽ അതിനെ നിങ്ങൾ ശകാരിക്കരുത്, അതിനെ നിങ്ങൾ ചീത്ത പറയരുത്. മറിച്ച് വസലുല്ലാഹ ഖൈറഹാ, ആ കാറ്റിന്റെ നന്മയെ നിങ്ങൾ ചോദിക്കണം. വസ്തഈദു ബില്ലാഹി മിൻ ശർരിഹാ, ആ കാറ്റിന്റെ തിന്മയെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവലിനെ ചോദിക്കണം. ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഉലമാക്കൾ കാറ്റ് ഒരു അനുഗ്രഹമായി വിശദീകരിക്കുന്നിടത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകന് തന്റെ ഇഷ്ടപ്രകാരം ആ കാറ്റിനെ വിനിയോഗിക്കാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഫസഖർനാ ലഹു الريح, ഫസഖർനാ ലഹു, അദ്ദേഹത്തിന് അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു الريح, കാറ്റിനെ. എന്നിട്ടോ തജ്രി ബിഅംരിഹി റഖാഅൻ ഹൈതു അസാബ്, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം എന്ന് പറഞ്ഞാൽ കാറ്റിനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം എന്താണോ കൽപ്പിക്കുന്നത് അത് കാറ്റനുസരിക്കും. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ലക്ഷ്യസ്ഥാനത്തേക്ക് സൗമ്യമായ നിലയിൽ അദ്ദേഹം കാറ്റിൽ സഞ്ചരിക്കുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധകൾ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനുണ്ടായാൽ കാറ്റിനോട് പറയും. കാറ്റിലിരുന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ദേശം യാത്ര ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ കാറ്റെന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പരീക്ഷണമായി നമ്മളിലേക്ക് കടന്നു വന്നേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ, ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിലൊന്ന് മിനൽ ഖൗഫ്, പേടി, വൽ ജൂഅ്, പട്ടിണി, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, ധനത്തിലും സമ്പാദ്യത്തിലുമുള്ള കുറവ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിച്ചേക്കാം. അതുപോലെ തന്നെ വത്തമറാത്ത്, കൃഷിയിലുള്ള നാശങ്ങൾ മുഖേന ഞാൻ നിങ്ങളെ പരീക്ഷിച്ചേക്കാം. പലപ്പോഴും നാം അറിയുന്നുണ്ട്, ശക്തമായ കാറ്റ് മുഖേന ഒരുപാട് കൃഷികൾക്കുണ്ടാകുന്ന നാശങ്ങൾ അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായേക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞത് വബശ്ശിരിസ് സാബിരീൻ, ഇതുപോലുള്ള പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചേക്ക്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വന്നാൽ അവർ പരീക്ഷണത്തിൽ അസഹിഷ്ണുത കാണിക്കുകയില്ല. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത വാക്കുകൾ അവർ പറയുകയില്ല. കാരണം അവർ പറയുക ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. ഞാൻ എന്നിൽ നിന്ന് ഈ കാറ്റ് മുഖേന, ഈ പ്രകൃതി ക്ഷോഭ മുഖേന എന്തെങ്കിലും നശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്.
നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്ന് അവർ പറയും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാറ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സമൂഹങ്ങളിലേക്ക് പരീക്ഷണമായി അയച്ചതിന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആദ് സമൂഹത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇത് അർസൽനാ അലൈഹിം റീഹൽ അഖീം, വന്ധ്യമായ അതിശക്തമായ കാറ്റിനെ ആദ് സമൂഹത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചു. ആ കാറ്റ് അവരിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, മാ തദറു മിൻ ഷൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലഹു കറമീം. ഈ കാറ്റ് ആദ് സമൂഹത്തിന്റെ ഇടയിൽ കൂടി എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ, ആദ് സമൂഹം വസിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മളറിയാം. ആദ് സമൂഹം വലിയ മലകൾ തുറന്ന് വീടുണ്ടാക്കി താമസിച്ചവരാണ്. അതുകൊണ്ട് അവരുണ്ടായ ഏതൊക്കെ സ്ഥലത്തു കൂടി ഈ കാറ്റ് സഞ്ചരിച്ചിട്ടുണ്ടോ, ആ സഞ്ചരിച്ച സ്ഥലങ്ങളൊക്കെ പിന്നീട് ദ്രവിച്ച ഇരുമ്പ് പോലെ ആകാതെ അത് വിട്ടുപോയിട്ടില്ല എന്നാണ്. അത്രയും ശക്തമായ കാറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ. അല്ലാഹു പറഞ്ഞു, വഅമ്മാ ആദുൻ, അതുപോലെ ആദ് സമൂഹം ഫഉഹ്ലികൂ, അവർ നശിപ്പിക്കപ്പെട്ടു, ബിരീഹിൻ സർസരിൻ ആതിയ, ആഞ്ഞു വീശുന്ന അത്യുഗ്രമായ കാറ്റുകൊണ്ട് ആദ് സമൂഹം പാടെ നശിപ്പിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഏത് രൂപത്തിലാണ്, എത്ര രാത്രിയിലാണ്, എത്ര പകലിലാണ് ആ കാറ്റ് ആഞ്ഞു വീശിയതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വതമാനിയത അയ്യാമിൻ ഹുസൂമാ. അല്ലാഹു പറഞ്ഞു, 7 രാത്രികളിലും അതുപോലെ തന്നെ 8 പകലുകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ കാറ്റിനെ അവരിലേക്ക് തിരിച്ചുവിട്ടു. ആ കാറ്റ് അവരിലേക്ക് വന്നു പോയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോടായി പറഞ്ഞു, ഫതറൽ ഖൗമ ഫീഹാ, ഈ കാറ്റിന് ശേഷം നബിയെ താങ്കൾക്ക് അവരെ കണ്ടെത്താം, സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാദിയ, കടപുഴത് എറിയപ്പെട്ട ഈത്തപ്പഴ തടികൾ പോലെ ആദ് സമുദായം ഈ കാറ്റിന് ശേഷം മരിച്ചു പോണതായി നബിയെ താങ്കൾക്ക് കാണാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് സമുദായത്തെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഉദ്ദേശിച്ച ഒരു കാര്യം നടപ്പാക്കാൻ നിസ്സാരമായ കാര്യങ്ങൾ മതി. അത് ഒന്നുകിൽ കാറ്റാകാം, ഒന്നുകിൽ തീയാകാം, അതല്ലെങ്കിൽ വെള്ളമാകാം. അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ നന്മ ചോദിക്കാനും അതിന്റെ ഷർറിൽ നിന്ന് കാവൽ തേടാനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയത്. എന്ന് മാത്രമല്ല, കാറ്റ് വീശുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിരിക്കുകയാണ്, അല്ലെ, നമ്മൾ പലപ്പോഴും ആനന്ദിക്കുകയാണ്. പക്ഷെ അതിശക്തമായ കാറ്റ് വീശുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പേടിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാറ്റ് അതിശക്തമായി കഴിഞ്ഞാൽ അതിന്റെ ഒരു അങ്കരാപ്പ്, അതിന്റെ ഒരു ബേജാറ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സംഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വകാന ഇദാ റഅ ഗൈമൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മേഘം കണ്ടാൽ, ഔ റീഹൻ, അതുപോലെ തന്നെ കാറ്റ് അതുണ്ടായാൽ, ഉരിഫ ഫീ വജ്ഹിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അത് പ്രകടമായി കാണുമായിരുന്നു. അന്നേരം ആയിഷ പറയാണ്, ഖാലത്ത് യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, റസൂലേ, ഇന്നന്നാസ ഇദാ റഅഉൽ ഗൈമ ഫരിഹു, നബിയേ താങ്കൾ ഈ മേഘവും അതുപോലെ തന്നെ കാറ്റും കാണുമ്പോൾ അങ്ങയുടെ മുഖം വിവർണമാകുന്നു, ബേജാറിലാകുന്നു. പക്ഷെ നബിയെ ജനങ്ങളാകട്ടെ കാർമേഘം കണ്ടാൽ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാർമേഘത്തിൽ അവർക്കുള്ള മഴയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ
ഈ കാർമേഘം കാണുമ്പോ ജനങ്ങൾ സന്തോഷിക്കുകയാണല്ലോ നബിയെ, പിന്നെന്തുകൊണ്ടാണ് റസൂലെ താങ്കൾ ഭയപ്പെടുന്നത്? നമ്മളെ പോലെ അല്ലെ, നമ്മൾ മേഘമുണ്ടായാൽ ഒരു മഴയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയുണ്ടാകും, നമുക്ക് സന്തോഷമുണ്ടാകും. അതുപോലെയുള്ള അവസ്ഥയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ചോദിച്ചപ്പോ, എന്നിട്ട് ആയിഷ വീണ്ടും പറയാണ്, അറാക ഇദാ റഅയ്തഹു ഉരിഫ ഫീ വജ്ഹികൽ കറാഹിയ. പക്ഷെ ജനങ്ങൾ സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ അങ്ങയുടെ മുഖത്ത് ഇത് രണ്ടും കാണുമ്പോ ഒരു അനിഷ്ടത്തിന്റെ ഭാവമാണല്ലോ നബിയെ താങ്കളുടെ മുഖത്ത് എന്ന് ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചപ്പോ റസൂലുള്ളാഹി ആയിഷയോട് ചോദിച്ചു, യാ ആയിഷ, അല്ലയോ ആയിഷ, മാ യുമിന്നി അൻ യകൂന ഫീഹി അദാബുൻ. ആയിഷ, എനിക്കെങ്ങനെ നിർഭയനാകാൻ സാധിക്കും? കാരണം ഈ കാർമേഘത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയില്ല എന്ന് എനിക്ക് എങ്ങനെ ഒരു നിർഭയനാകാൻ സാധിക്കും? കാരണം ചില സമുദായങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റ് മുഖേന നശിപ്പിച്ചിട്ടുണ്ട്. ഈ ജനങ്ങൾ, ആ നശിപ്പിക്കപ്പെട്ട സമൂഹം ഈ കാറ്റിനെയും കാർമകത്തെയും കണ്ടപ്പോ അവർ പറഞ്ഞു, ഇതാ നമ്മൾക്ക് മഴ നൽകുന്ന മേഘം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ മേഘത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ശിക്ഷയാണ് പറഞ്ഞയച്ചിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കാറ്റ് കാണുമ്പോ, മേഘങ്ങൾ കാണുമ്പോ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് അതിൽ അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ ചില വർഷങ്ങളിൽ അല്ലെ, മഴയെ ആഗ്രഹിച്ച പലർക്കും ഈ മഴ വലിയ മുസീബത്തായി മാറിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ നാടുകളിൽ ചില പ്രദേശങ്ങളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാറ്റെന്നുള്ളത് നമ്മൾ എന്തെന്നാണ് ആഗ്രഹിക്കുന്നത്, പലപ്പോഴും അത് മാത്രമല്ല നമുക്ക് കൊണ്ടുവന്നു തരുന്നത്, മറിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അത് മുഖേന ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാറ്റും അതുപോലെ തന്നെ മേഘവും ഒക്കെ കേവലം സന്തോഷിക്കാനുള്ള കാര്യമല്ല, അതിനുള്ള ശിക്ഷയെ നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് അല്ലാഹുവിനോട് അതിൽ നിന്നുള്ള കാവൽ തേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അതിന്റെ നന്മ ചോദിക്കാനും അതിന്റെ തിന്മയിൽ നിന്ന് കാവൽ തേടാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു, ഇദാ അസഫത്തി റീഹു, കാറ്റ് അതിശക്തമായി അടിച്ചു വീശിയാൽ ഖാല, അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ, അല്ലാഹുവേ ഈ കാറ്റിന്റെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഖൈറ മാ ഫീഹ, ആ കാറ്റ് ഉൾക്കൊള്ളുന്ന എന്തൊരു നന്മയാണോ അതിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖൈറ മാ ഉർസിലതു ബി, എന്തൊരു കാര്യവുമായിട്ടാണോ ആ കാറ്റിന് നീ പറഞ്ഞയച്ചിട്ടുള്ളത് അതിന്റെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹുവേ ആ കാറ്റിന്റെ തിന്മയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ആ കാറ്റ് ഉൾക്കൊള്ളുന്ന തിന്മ, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ആ കാറ്റ് എന്തൊന്നാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, നീ എന്തൊരു കാര്യം പറഞ്ഞുകൊണ്ടാണോ ആ കാറ്റിനെ പറഞ്ഞയച്ചിട്ടുള്ളത്, അതിന്റെ ഷർറിൽ നിന്ന്, അതിന്റെ കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമ്മൾ കാണാം, ഇദാ തഖയ്യറത്തിസ് സമാ, ആകാശം അത് മേഘാവൃതമായാൽ തഗയ്യറ ലൗനു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അത് വിവർണമാകും. എന്നിട്ട് ആയിഷ പറയാണ്,
റസൂലുള്ള വീട്ടിൽ നിന്ന് പുറത്തു പോകും, റസൂലുള്ള വീട്ടിലേക്ക് തിരിച്ചു വരും. റസൂലുള്ള മുമ്പിലോട്ട് പോകും, റസൂലുള്ള പിന്നിലോട്ട് വരും. എന്നിട്ട് ആയിഷ പറയാണ്, അങ്ങനെ കാറ്റിന് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഞങ്ങളത് കാണുമായിരുന്നു. എന്താ? ഈ വന്ന കാറ്റും ഈ വന്ന മേഘവും അതൊരു അദാബല്ല, ഒരു ശിക്ഷയല്ല, മറിച്ച് മഴയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഞങ്ങൾ അതിന്റെ മാറ്റം കാണുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ദുആ ഹദീസുകളിൽ വന്നിട്ടുള്ളത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഅഊദു ബിക മിൻ ശർരിഹാ. ഇത്രയെങ്കിലും സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കാറ്റ് വരുന്ന സന്ദർഭത്തിൽ ദുആ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇടിയും മിന്നലും ഉണ്ടാകുന്ന സന്ദർഭത്തിലും ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി ഇടിമിന്നൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പറയും, സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദ ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതി. ഇടിമിന്നലുകൾ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തുന്നതും മലക്കുകൾ ഭയത്തോടെ വാഴ്ത്തുന്നതുമായ ഏതൊരു റബ്ബാണോ ആ റബ്ബിനെ ഞങ്ങൾ കൂടി വാഴ്ത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അന്നഹു കാന ഇദാ സമിഅ അർ-റഅദ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല ഇടിയുടെ ശബ്ദം കേട്ടാൽ തറക്കൽ ഹദീസ്, അദ്ദേഹത്തിന്റെ സംസാരങ്ങളൊക്കെ അദ്ദേഹം അവസാനിപ്പിക്കും. എന്നിട്ട് വഖാല, അദ്ദേഹം ഇപ്രകാരം പറയും, സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദ ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതി. ഈ ദുആ അദ്ദേഹം എല്ലാ സംസാരങ്ങളും നിർത്തിവെച്ച് ഈ ദുആ പറയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയും, വീണ്ടും അദ്ദേഹം പറയാറുണ്ട്, ഇന്ന ഹാദാ ലബഈദുൻ ലിഅഹ്ലിൽ അർദി ശദീദ്. ഭൂമിയിലുള്ള പാപികളായ ആളുകൾക്ക് അതിശക്തമായ അപായത്തിന്റെ മുന്നറിയിപ്പാണ് ഈ ഇടിയെന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ഇത് കേൾക്കുന്ന മാത്രയിൽ പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, കാന ഇദാ സമിഅ സൗത അർ-റഅദ് വസ്-സവാഇഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടിയുടെ ശബ്ദം കേട്ടാൽ, അതുപോലെ തന്നെ മിന്നൽ കണ്ടാൽ അദ്ദേഹം പറയാറുണ്ട്, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗദബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. അല്ലാഹുവിന്റെ റസൂൽ ഇടിമുട്ടുന്ന സന്ദർഭങ്ങളിൽ, മിന്നലിടിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗദബിക, അല്ലാഹുവേ നിന്റെ കോപത്താൽ നീ ഞങ്ങളെ കൊന്നുകളയരുത്. അതുപോലെ തന്നെ വലാ തുഹ്ലിക്നാ ബിഅദാബിക, അല്ലാഹുവേ നീ ഞങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്യരുത്. വആഫിനാ ഖബ്ല ദാലിക, അതിനു മുമ്പ് നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ നന്മയെ ചോദിക്കാൻ, അതുപോലെ തന്നെ അതിന്റെ തിന്മയിൽ നിന്ന് കാവലിനെ തേടാനാണ്. അതുപോലെ തന്നെ മഴ അതിശക്തമാകുന്ന സന്ദർഭങ്ങളിൽ ആ മഴയുടെ നന്മയെ ചോദിക്കാൻ, ഉപകാരപ്രദമായ മഴയെ ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ നീ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ളതാണ്. കാരണം സഹോദരങ്ങളെ, മഴയെ മാത്രം ചോദിച്ചതുകൊണ്ട് കാര്യമില്ല. അറിയാതെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളില്ല, ഈ വർഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മഴ മാത്രം കിട്ടിയതുകൊണ്ട് നമുക്ക് കാര്യമില്ല, മറിച്ച് നമുക്ക് ഉപകാരപ്രദമായ മഴ ലഭിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദുആ ചെയ്യാറുള്ളത്, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ നമുക്ക് നൽകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതുപോലെ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എല്ലാവിധ മഴയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
നമുക്ക് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകണമേ. അള്ളാഹു ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും അള്ളാഹു നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നീ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവിനെ മരിച്ചു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അള്ളാഹുവെ ഞങ്ങൾക്ക് എഴുതി പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്തകന്ന ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ, അള്ളാഹുവെ അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണം അള്ളാഹുവെ. അവരോട് നീ കനിവ് കാണിക്കണം അള്ളാഹുവെ. ചെറുപ്പത്തിൽ ഞങ്ങൾ നല്ല നിലയിൽ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളിലുമാണ്. അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും മുഴുവൻ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നീ പ്രദാനം ചെയ്യുമാറാകണമേ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അള്ളാഹുവെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അള്ളാഹുവെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, സഹിക്കവയ്യാത്ത വേദനകളിൽ നിന്ന് അള്ളാഹുവെ ഈ സമൂഹത്തെ നീ കാത്തിരക്ഷിക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.